തിരുവനന്തപുരം വെള്ളറടയിൽ കൺസ്യൂമർ ഫെഡ് ജീവനക്കാരെയും ഭർത്താവിനെയും മർദ്ദിച്ച സംഘത്തിലെ രണ്ടുപേർ കൂടി പിടിയിലായി എന്ന വിവരം വരുന്നുണ്ട്. കന്യാകുമാരിയിൽ നിന്നാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഒരാൾ കൂടി ഇനിയും പിടിയിലാകാനുണ്ട്. അഖിൽ ഷാ അൻസാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, ഈ പിടിയിലായവർ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഗുണ്ട കൊട്ടേഷൻ സംഘാംഗങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ. ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെവിടെയുണ്ട് എന്നതൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, അല്പസമയം മുമ്പാണ് കന്യാകുമാരിയിൽ നിന്ന് ഈ സംഘത്തിലെ രണ്ടുപേരെ വെള്ളറട പോലീസ് പിടികൂടിയത്. ഇവരെ ഇപ്പോൾ വെള്ളറട പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരം നേരത്തെയും ഇതുമായി ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണെന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ തരുന്ന വിവരം. എന്തായാലും രണ്ടുപേരെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഇന്നലെ രാത്രി തന്നെ വെള്ളറട പോലീസ് ഈ സംഘത്തിൽപ്പെട്ട പ്രായപൂർത്തിയാകാത്ത ഒരാളെ ഇന്നലെ പിടികൂടിയിരുന്നു. ഇനി ഈ സംഘത്തിലെ ഒരാളെ കൂടിയാണ് പിടികൂടാനുള്ളത്. കന്യാകുമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുങ്ങുന്നവരെയാണ് ഇവരുടെ ഈ ഒളിസങ്കേറ്റിൽ നിന്ന് പോലീസ് ഇവരെ പിടികൂടുന്നത്. വിശദമായി ഇവരെ ചോദ്യം ചെയ്യും. ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ 17കാരനെ പോലീസ് രാവിലെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമുണ്ടാകേണ്ടതുണ്ട്. സംഘത്തിലെ 4-മനെയാണ് ഇനി പിടികൂടാനുള്ളത്. ഇന്നലെ രാത്രി 9:30-ഓടെയാണ് ഈ വെള്ളറട സ്വദേശിയും അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയുമായ സരിതയെയും അതുപോലെ തന്നെ ഭർത്താവ് രതീഷിനെയും ഈ ഗുണ്ടാ സംഘം വഴിയിൽ തടഞ്ഞു നിർത്തുകയും മർദ്ദിക്കുകയും ചെയ്തത്. ഇത് ചോദിക്കാനെത്തിയ ചില ജീവനക്കാരെയും അതുപോലെ തന്നെ നാട്ടുകാർക്കും പരിക്കേറ്റിരുന്നു. ഒപ്പം ഒരു നാട്ടുകാരന്റെ വീട് കയറി ആക്രമിക്കുകയായി വീട് തല്ലി തകർക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. ഒരു പാസ്റ്റർക്ക് ഇവരുടെ വെട്ടേൽക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ വിളയാട്ടമാണ് ഇന്നലെ വെള്ളറടയിൽ നടന്നത്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 4-മനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. വിജയകുമാർ. കന്യാകുമാരിയിൽ നിന്നാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. ഒരാൾ കൂടി ഇനി കസ്റ്റഡിയിലാകാനുണ്ട്. അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.